സൺടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സർവീസിന് വന്നതാണ്. അതായത് ഒരു വീട്ടിൽ കംപ്ലൈൻറ്റിന് വന്നതായിരുന്നു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ അവിടെ ടി വി ഓണാക്കുമ്പോൾ തന്നെ ഈ 52 - 32 എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സൺഡയറക്റ്റിൻ്റെ ബോക്സിലാണെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് മിന്നി ബ്ലിങ്ക് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ സിഗ്നൽ വരാത്തത് കൊണ്ടാണ് ബോക്സിൽ ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ബോക്സിലൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. സിഗ്നൽ പോയ അപ്പം ബോക്സിലുള്ള ലൈറ്റ് ബ്ലിങ്ക് ആയി കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മിന്നി ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത് ഗ്രീൻ ലൈറ്റിൽ തന്നെ. ഇപ്പോൾ ഇവിടെ ഈ 52 - 32 സെർച്ച് ഫോർ സിഗ്നൽ പ്ലീസ് ചെക്ക് ദ കേബിൾ ഓപ്പറേറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സിഗ്നലും ക്വാണ്ടിറ്റിയും 0 ആണ് കാണിക്കുന്നത്. അതായത് റിമോട്ടിൽ മെനു ബട്ടൺ നോക്കിയിട്ട് ഇൻഫോൻ്റെ ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ അതിൽ SCQ സിഗ്നൽ ക്വാണ്ടിറ്റി 0 ആണ് കാണിക്കുന്നത്. ഇവിടെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഫാക്ടറി ഡിഫാൾട്ട് പോയിട്ട് ടൂൾസിൽ ഫാക്ടറി ഡിഫാൾട്ടിൽ ഓക്കെ കൊടുത്ത് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുമ്പോഴും ഇവിടെ ടി വി ഓഫായതിനു ശേഷം അത് ലോഡായി വരുന്നുണ്ട്. പക്ഷേ ലോഡായിട്ട് ഇവിടെ 52 - 32 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം സിഗ്നൽ വരുന്നില്ല എന്നാണ്, ബോക്സിലോട്ട് സിഗ്നൽ വരുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഡിഷ് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിഷ് ഇവിടെ കേബിൾ കണക്ട് ചെയ്ത് മീറ്ററിൽ വെച്ചപ്പോൾ LMBയുടെ സിഗ്നൽ വരുന്നുണ്ട്. പക്ഷേ ഡിഷിൻ്റെ അലൈൻമെൻറ്റിൽ സിഗ്നൽ ഇല്ല. അപ്പോൾ ഡിഷ് ഒന്ന് തിരിച്ച് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി സിഗ്നൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള പുതിയൊരു LMB വെച്ചിട്ടാണ് ഞാൻ സിഗ്നൽ പിടിക്കാറ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവരുടെ വീട്ടിലുള്ള പഴയ LMBയിൽ നിന്ന് പെട്ടെന്ന് സിഗ്നൽ കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആണെങ്കിൽ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്, സിഗ്നലും കാര്യങ്ങളും പെട്ടെന്ന് പിടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇവരുടെ LMB അയച്ചിട്ട് അതിന് പകരം എൻ്റെ പുതിയ LMB വെച്ചിട്ടാണ് ഞാൻ സിഗ്നൽ പിടിക്കുന്നത്. അപ്പോൾ അധിക ടെക്നീഷ്യന്മാർ ഇങ്ങനെയാണ് ചെയ്യാറ്. സിഗ്നലും കാര്യങ്ങളും കിട്ടാറില്ല എന്നുണ്ടെങ്കിൽ അധിക ടെക്നീഷ്യന്മാർ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ താഴത്താണ് ഡിഷ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ച, പട്ടി അങ്ങനത്തെ ഇതെല്ലാം ഓടിക്കളിക്കുന്നത് കൊണ്ട് തന്നെ തട്ടിട്ട് ചെറിയ രീതിയിൽ ഇളകി പോയതായിരിക്കാൻ സാധ്യത. അപ്പോൾ ഇവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട്. അപ്പോൾ അതാണ് തട്ടിയതാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ LMB കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് സിഗ്നൽ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ LMB അയച്ചെടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള LMB ഫിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മരങ്ങളുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിഗ്നൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലവുമാണ്. ഒന്നെങ്കിൽ ഡിഷ് മുകളിലോട്ട് വെക്കണം, അല്ലെങ്കിൽ താഴെ നല്ല മരങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി ഡിഷ് വെക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഡിഷ് ചെയ്ത് അലൈൻമെൻറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ രീതിയിൽ വലത്തോട്ട് ഇടത്തോട്ട് തിരിച്ച് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മീറ്ററിൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ച് ഞാൻ ഡിഷിൻ അലൈൻമെൻറ്റ് എല്ലാം റെഡിയാക്കി 71 എത്തിച്ചിട്ടുണ്ട്. ഇനി LMB ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട്. ഇനി ഡിഷ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി LMB തിരിഞ്ഞു പോയാലും ഇങ്ങനെ കാണിക്കും. ഇപ്പം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ LMB നേരെ താഴോട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് LMBയുടെ കേബിൾ പോകുന്നത് താഴോട്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ മീറ്ററിൽ എത്ര പെർസെൻറ്റേജ് നോക്കാം. ഇവിടെ 43 ആണ്. 43% കാണിക്കുന്നത് LMB നേരെ താഴോട്ടാക്കി വെച്ചപ്പോൾ. ഇപ്പോൾ LMB ചെറിയ രീതിയിലൊന്നും വലത്തോട്ട് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഒന്ന് നോക്കാം. ഞാൻ ഡിഷിമിലൊന്നും ചെയ്യുന്നില്ല, നേരെ LMB ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 73% കാണിക്കുന്നുണ്ട് മീറ്ററിൽ. അതിനകത്ത് LMB ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ സിഗ്നലിൽ വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു 80% ഡിഷിൻ്റെ അലൈൻമെൻറ്റിലൂടെയാണ് സിഗ്നൽ കിട്ടുന്നത്. ബാക്കിയുള്ള ഒരു 20% LMB ചെറിയ രീതിയിൽ, അതായത് LMB ശരിക്കുമുള്ള പൊസിഷനിൽ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് തിരിച്ചു കൊടുത്താൽ പെർസെൻറ്റേജ് കൂടുന്നതായി കാണിക്കും. ഇവിടെ ഇപ്പോൾ ടോട്ടലായിട്ട് 75% ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിഗ്നലും കാര്യങ്ങളും റെഡിയാക്കി. ഇനി കേബിളൊന്ന് റെഡിയാക്കാനുണ്ട്. കേബിൾ വലിച്ച് മുകളിൽ നിന്ന് എടുത്ത് ടൈറ്റാക്കി ഇടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേബിളൊന്ന് വലിച്ച് എടുത്തിട്ടുണ്ട്. വേറൊരു വാർപ്പിൻ്റെ മുകളിലാണ് കേബിൾ കിടക്കുന്നത്. അതായത് ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഡിഷ്, അടിയിലാണ് ഡിഷ് കിടക്കുന്നത്. അപ്പോൾ ആ കേബിളൊന്ന് വലിച്ചിട്ട് അതിനുള്ളിലൂടെ അവരുടെ ബോക്സ്, അതായത് TV കിടക്കുന്ന അതിനുള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേബിൾ വലിച്ച് ടൈറ്റാക്കിയിട്ട് അവരുടെ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഡിഷിൻ്റെ അവിടെ വന്ന് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഡിഷിൻ്റെ കേബിളും എല്ലാം കണക്ട് ചെയ്ത് വെച്ചു. ഇനി ബോക്സിൻ്റെ കേബിളാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പം എൻ്റെ ടൂൾസൊക്കെ എടുത്ത് ഞാൻ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു പട്ടിയുണ്ട്. പട്ടി ചിലപ്പം കുരയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ടൂളും കാര്യങ്ങളും ഞാൻ വണ്ടിയുടെ ഡിക്കിൻ്റെ അകത്ത് ഇടുകയാണ്. ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലുള്ള ഡിഷ് ബോക്സ് ഒന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആ കേബിൾ ഡിഷിലേക്ക് വലിച്ചിട്ട് ഒന്ന് കണക്ഷൻ കൊടുക്കാനുണ്ട്.
അപ്പോൾ കേബിൾ ഞാൻ മുകളിൽ നിന്ന് എടുത്തിട്ട് കേബിൾ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇത് വലിച്ചിട്ട് ഒന്ന് ബോക്സിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ടി വി ഒന്ന് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടി വി ഓൺ ആക്കിയിട്ടുണ്ട്. കേബിൾ അത് വന്നിട്ടുണ്ട്. ആ കേബിൾ നേരെ ഞാൻ ഡിഷ് ബോക്സിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ പ്രോഗ്രാം ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രോഗ്രാമിംഗ് സെർച്ചിങ് പ്രോഗ്രാം എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രസ് 100% ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെങ്ത്തും ക്വാണ്ടിറ്റിയും അത്യാവശ്യമുണ്ട്. 78 ഉണ്ട്. 90% സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പോൾ ചാനൽ കാര്യങ്ങളൊന്നും ലോഡായി വരികയാണ്. അപ്പോൾ ഡിഷ് ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാനലും കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 50-32 സെർച്ച് ഫോർ സിഗ്നൽ എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ LMB മാറ്റിയപ്പോഴാണ് അത് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ LMBക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ സിഗ്നലിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്ത് വെച്ചാലുള്ള അധിക ഡിഷിൻ്റെ പ്രോബ്ലമാണ് ചെറിയ രീതിയിൽ ഇളകി പോയാലൊക്കെ സിഗ്നൽ പോകുന്ന പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയുന്നത്. താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.